അന്വേഷിച്ചു വരാൻ ആരുമില്ല. എങ്കിലും വഴിക്കണ്ണുമായി ഈ ജാലകവാതിലിലൂടെ നോക്കിയിരിക്കും. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമി വേദി. ഓർമ്മകൾ മാഞ്ഞുപോയി, എങ്കിലും ചിലതുണ്ട് മനസ്സിൽ. പഴയ ഒരു പ്രണയഗാനം. ഏതോ ഊരും പേരും അറിയില്ല, രാവും പകലും തിരിച്ചറിയുന്നില്ല. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമി വേദി. മനസ്സിന്റെ താളം തെറ്റിപ്പോയി. അരുതായ്മകൾക്കിടയിൽപ്പെട്ട് ജീവിതം ദുരിതപൂർണമായപ്പോൾ തെരുവിൽ നിന്നും ആരൊക്കെയോ ചേർന്ന് അഭയകേന്ദ്രത്തിൽ എത്തിച്ചും നഷ്ടപ്പെട്ടുപോയ ജീവിതം തിരിച്ചു പിടിക്കുകയാണ് പലരും. ഇവർക്കായി ഒരാൾ എന്നും പ്രാർത്ഥിക്കുന്നു. മെഴുകുതിരി വെളിച്ചത്തിൽ ഇവർ പാടുമ്പോൾ പാട്ട് സാന്ത്വനമായി ഇവരിലേക്ക് ഒഴുകിയെത്തുന്നു. പാട്ടിന് കാതോർത്തിരിക്കുന്നവർ, രോഗികൾ, പ്രായമായവർ, ആശ്രയമറ്റവർ, തിരികെ പോകാൻ ഒരിടവുമില്ലാത്തവർ, മനസ്സിന്റെ സമനില തെറ്റിയപ്പോൾ നാടും വീടും ഉപേക്ഷിച്ചവർ, എല്ലാവരുടെയും ആശ്രയ കേന്ദ്രമായ സ്നേഹഭവൻ കണ്ണൂർ ജില്ലയിലെ പേരാവൂരിനടുത്ത് അറയങ്ങാട്ട് പ്രധാന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്നേഹഭവൻ സെന്റ് സ്റ്റീഫൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കാരുണ്യം നിറഞ്ഞ നന്മയുടെ ഇടം. ബ്രദർ MJ സ്റ്റീഫൻ മാങ്കുഴിയിൽ എന്ന ഒരു സാധാരണ മനുഷ്യൻ രൂപീകരിച്ച അസാധാരണമായ ഒരു പ്രസ്ഥാനം, മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രം. എനിക്ക് ആലച്ചേരി സിറ്റിയിലുണ്ടായിരുന്ന ടൈലറിംഗ് ഷോപ്പ്, തുണിക്കട, കടയിൽ വെച്ച് ലോട്ടറി വിൽക്കുകയും ലോട്ടറിയുടെ ലാഭം പൈസ ഗവൺമെൻറ് ആസ്പത്രികളിൽ അനാഥ വാർഡുകളിൽ കഴിയുന്നവരെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുവാനും അതുപോലെ തന്നെ കുളിപ്പിക്കുക, ഷേവ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നു. ഒരു ദിവസം ഞാൻ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ എനിക്ക് പരിചിതനാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നൊരു സഹോദരനാണ്. ഞാൻ അതിനു മുൻപൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പനും അമ്മയും ഇല്ലാത്ത ആളാണ്, എനിക്കതറിയാം. അദ്ദേഹം ഒരു വശം തളർന്ന് ബസ് സ്റ്റാൻഡിൽ കിടപ്പുണ്ടായിരുന്നു. ദൈവം എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നി ഈ മകനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. ഏതായാലും ഞാൻ ആ മകനെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ബെഞ്ചമിനും അതോടൊപ്പം തന്നെ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ കിടന്ന മൂസക്ക, ശശി, അങ്ങനെയുള്ള 3 സഹോദരന്മാർ, ആ സഹോദരന്മാർ ഇങ്ങനെയുണ്ട് എന്നറിഞ്ഞ് ഞാനങ്ങനെ അവരെ കൊണ്ടുവരാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആലച്ചേരി പള്ളിയുടെ വക വികാരിയത്തിന് പറഞ്ഞു, സ്റ്റീഫ, ഇവിടെ പള്ളി അറയങ്ങാട് നിലവിൽ സ്നേഹവൻ ഇരിക്കുന്ന സ്ഥലത്തൊരു പള്ളിയായിരുന്നു. പള്ളി കെട്ടിടം, പള്ളി ഇവിടുന്ന് മാറ്റിയപ്പോൾ ആ കെട്ടിടം, ചെറിയ കെട്ടിടം അവിടെ കാലിയായി കിടക്കുകയായിരുന്നു. അങ്ങനെ ബിഷപ്പിൻ്റെ അനുവാദത്തോടു കൂടി 1993 ആഗസ്റ്റ് 21 തീയതി ഈ 4 പേരോടുകൂടി ഇവിടെ ഇപ്പോൾ നിലവിലുള്ള അറയങ്ങാട് പഴയ പള്ളി കെട്ടിടത്തിൽ സ്നേഹഭവന് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു. പുലർച്ചെ 5:30 മണിക്കുള്ള പ്രാർത്ഥനയോടെ സ്നേഹഭവനിലെ ഒരു ദിവസം ആരംഭിക്കുന്നു. പ്രാർത്ഥനയിൽ താല്പര്യമുള്ളവർക്കെല്ലാം പങ്കെടുക്കാം. ആരെയും നിർബന്ധിക്കാറില്ല. പ്രാർത്ഥന മനസ്സിന്റെ ഊർജമാണ്, പ്രയാസങ്ങൾക്കുള്ള സാന്ത്വനമാണ്. ജാതി മത ചിന്തകൾ ഏതുമില്ലാതെ നിർധനരും രോഗികളുമായവരെ സ്നേഹപൂർവ്വം സ്നേഹഭവൻ സ്വീകരിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. ശുശ്രൂഷ തന്നെയാണ് സ്നേഹഭവന്റെ മുഖമുദ്ര. പ്രാർത്ഥനയ്ക്ക് ശേഷം താമസക്കാർക്കെല്ലാം ചായ നൽകുന്നു.
കിടപ്പ് രോഗികൾക്കും തീർത്തും അവശരായവർക്കും അവരവരുടെ കിടപ്പ് ഇടങ്ങളിൽ തന്നെ ചായ എത്തിച്ചു നൽകുന്നു. ചായ കഴിഞ്ഞാൽ യോഗ ചെയ്യുന്നു, പരിശീലിപ്പിക്കുന്നു. മാനസിക പിരിമുറുക്കത്തിൽ നിന്നും അയവ് ലഭിക്കും വിധം യോഗ വ്യായാമ മുറകൾ ചെയ്യുന്ന സ്നേഹഭവനിലെ താമസക്കാർ. പിന്നീട് പ്രഭാത ഭക്ഷണം. അടുക്കളയിൽ തയ്യാറാക്കി വെച്ച ഭക്ഷണം രോഗമുക്തി ലഭിച്ചവർ തന്നെയാണ് മറ്റ് രോഗികൾക്ക് നൽകുന്നത്. സ്നേഹഭവനിലെ ശുശ്രൂഷകർ ഇവരെ സഹായിക്കും. പ്രഭാത ഭക്ഷണത്തോടൊപ്പം ഓരോരുത്തർക്കും ആവശ്യമായ മരുന്നുകൾ നൽകും. അതിനിവിടെ പരിശീലനം നേടിയ നഴ്സുമാരുണ്ട്. നമ്മുടെ ചികിത്സാരിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക രോഗികൾക്ക് രാവിലെ മരുന്ന് കൊടുക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്, വൈകുന്നേരം മരുന്ന് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ 350 പേരോളാണ് ഉള്ളത്. അവർക്ക് ഗവൺമെൻറ് സപ്ലൈ അല്ല, നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. നമുക്ക് ക്യാമ്പായിട്ട് ഇവിടെ നടത്താറുണ്ട്. മാസത്തിലൊരിക്കൽ രണ്ടിടത്തായിട്ട്, ഒന്ന് കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിന്നും ഒന്ന് മലബാർ ഹോസ്പിറ്റലിൽ നിന്നും രണ്ടിടത്തു നിന്നും വന്ന് നമുക്ക് മാസത്തിൽ ക്യാമ്പ് പോലെ നടത്തി അവിടുന്ന് രോഗികളെ, കൂടുതലായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാരെ അവർ കൊണ്ടുപോവുകയും അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുതരികയും ചെയ്യുന്നുണ്ട്. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ മാനസിക ആരോഗ്യം വീണ്ടെടുത്ത് തുടങ്ങുമ്പോൾ തൊഴിലുകൾ പരിശീലിക്കുന്നു. ഉപജീവന മാർഗത്തിന് ഉപകരിക്കുന്ന തൊഴിലുകൾ. ചിലർ കുട നിർമ്മിക്കാൻ പഠിച്ചു. കുട നിർമ്മാണത്തിൽ വ്യാപൃതരായവർ, സൂക്ഷ്മതയോടെ മനസ്സിനെ നിയന്ത്രിച്ച് ഏകാഗ്രതയോടെ തൊഴിൽ ചെയ്യുന്നവർ. ചിലർ മെഴുകുതിരി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. വളരെ ശ്രദ്ധയോടെ ചെയ്യുന്ന ജോലി. മെഴുകുതിരി പാക്ക് ചെയ്യാൻ വേണ്ട കവറുകൾ തയ്യാറാക്കുക, അവ കൃത്യമായി പാക്ക് ചെയ്യുക എന്നിവയെല്ലാം ഏറ്റെടുത്ത് നടത്തുമ്പോൾ തൊഴിൽ പരിശീലനം കൂടിയാവുന്നു. പ്രാർത്ഥനാ നിരതമായ മനസ്സോടെ ശുശ്രൂഷകർ താമസക്കാരെ പരിചരിക്കുന്നു. സ്നേഹമസരണമായ പെരുമാറ്റത്തോടെയുള്ള ശുശ്രൂഷ. ആതുര ശുശ്രൂഷയിൽ മാതൃകാപരമായ പ്രവർത്തനം. ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് ബ്രദർ MJ സ്റ്റീഫനാണ്. എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. മത്തായിയുടെ സുവിശേഷം 25:40 എന്ന വചനത്തിന്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊണ്ടാണ് ബ്രദർ സ്റ്റീഫൻ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത്. ഈ 30 രോഗികളായപ്പോൾ അവരെല്ലാം തളർന്നു കിടക്കുന്നവരാണ്. മലമൂത്രോത്സർജനം സ്വയം ചെയ്യാൻ പറ്റാത്തവരാണ്, സ്വയം കിടന്നു കിടപ്പി ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെയായപ്പോൾ ശുശ്രൂഷയ്ക്കായി വന്ന പല സഹോദരരും തിരിച്ചുപോയി. അവസാനം ശുശ്രൂഷയ്ക്ക് ആളില്ല, ഞാൻ ഒറ്റയ്ക്കായി. ഒരു ദിവസം ഞാൻ ഇവരുടെ തുണികളെല്ലാം അലക്കി ബക്കറ്റിൽ ഇട്ട് വെയിലത്തിടാൻ വേണ്ടി തിരിച്ച് കയറി വന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു തളർച്ച ഉണ്ടാവുകയും കയ്യിലിരുന്ന ബക്കറ്റും തുണികളും എല്ലാം നിലത്ത് വീഴുകയും ചെയ്തു. ഞാൻ പോയി ആ വിശുദ്ധ ബലിക്ക് മുൻപിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു സഹോദരന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് 2 ദിവസമായി നീ സ്നേഹഭവനിൽ പോയി അവരുടെ തുണികളൊക്കെ അലക്ക് എന്ന് ഒരു പ്രചോദനം കിട്ടുന്നു. ശുശ്രൂഷ പ്രവർത്തനങ്ങളിൽ അത്യപൂർവമായ ഒന്നാണ് സ്നേഹഭവനിലെ അലക്ക് എന്നത്. നാടിന്റെ പല ഭാഗത്തു നിന്നും വിശ്വാസികൾ ഇവിടെ എത്തി താമസക്കാരുടെ തുണികൾ അലക്കി കൊടുക്കുന്നു. വർഷങ്ങളായി ഇവിടെ തുടർന്നു വരുന്ന ഒരു പ്രാർത്ഥനാപൂർണമായ ശുശ്രൂഷയാണിത്. ഞങ്ങൾ വർഷങ്ങളായി നടത്തിക്കൊണ്ട് വരുന്ന ഒരു ശുശ്രൂഷയാണ് ഈ അലക്ക് ശുശ്രൂഷ.
പാവങ്ങളെ ശുശ്രൂഷിക്കുന്നതിനും ആരുപേരും ഇല്ലാത്തവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്നതിലൂടെയും ഞങ്ങൾ ഒത്തിരിയേറെ സംതൃപ്തരാണ്. എല്ലാ ആഴ്ചയിലും തന്നെ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഇവിടെ ആൾക്ക് ശുശ്രൂഷ ചെയ്തിട്ട് പോകുന്നു. ഇതുവഴി ഞങ്ങൾക്ക് പന്തിൽ ഞങ്ങൾക്ക് ഭയങ്കര മനോവിഷമമാണ്. എന്താ വെച്ചാൽ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിന് നല്ലൊരു സുഖമുണ്ട്. നമ്മുടെ കുടുംബത്താണെങ്കിലും ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇവർക്ക് വേണ്ടി സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് യേശു നമ്മളെ പഠിപ്പിച്ചു, നീ നിൻ്റെ അയൽക്കാരെ സ്നേഹിക്കണം, കാരുണ്യപ്രവൃത്തി ചെയ്യണം, ഈ നഗ്നനായി കിടക്കുമ്പോഴും രോഗിയായി കിടക്കുമ്പോഴും നിങ്ങൾ എന്നെ വന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ രോഗികളെ കാണുമ്പോൾ അത് എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അതാണ് യേശുവിൻ്റെ പ്രമാണം. സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. യേശുവിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അതുവഴി ഞങ്ങളുടെ കുടുംബം ഒത്തിരി അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. പ്രായഭേദമന്യേ സ്ത്രീകൾ ഇവിടെ എത്തി സ്നേഹഭവനിലെ താമസക്കാരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്നു. കേരളത്തിൽ മറ്റൊരിടത്തും ഇത്തരമൊരു അലക്ക് ശുശ്രൂഷ ഉണ്ടെന്ന് തോന്നുന്നില്ല. വിശ്വാസത്തിന്റെ ഭാഗമായി പ്രാർത്ഥനാപൂരിതമായ മനസ്സോടെ ചെയ്യുന്ന ശുശ്രൂഷ. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകൾക്ക് താമസിക്കാൻ സുരക്ഷിതമായ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അസ്വസ്ഥമായ മാനസികാവസ്ഥയിൽ ഇവർ ഇവിടെ നിന്ന് എപ്പോഴാണ് ഇറങ്ങി ഓടുക എന്ന് പറയാനാവില്ല. അതിന് കൃത്യമായ നിരീക്ഷണം ആവശ്യമാണ്. മിഷനറി കോൺഗ്രിഗേഷൻ ഓഫ് സെന്റ് സ്റ്റീഫൻ പ്രസ്ഥാനത്തിലെ ശുശ്രൂഷക സിസ്റ്റർ സോഫിയ ഇവരോടൊപ്പം എപ്പോഴുമുണ്ട്. 90% നമ്മൾ തെരുവിൽ നിന്നാണ് എടുക്കുന്നത്. അതിനകത്ത് ഭാഷ അറിയത്തില്ല, അല്ലെങ്കിൽ വീടറിയത്തില്ല, വീട്ടുകാരെ അറിയത്തില്ല. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകളാണ് നമ്മുടെ അടുത്ത് കൂടുതലും ഉള്ളത്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൊണ്ടുതരും, അന്നേരം നമ്മൾ സ്വീകരിക്കും. പരമാവധി നമ്മൾ ആരെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ നമ്മൾ അവരെ കണ്ടെത്തി വിടാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. അങ്ങനെ കൊണ്ടുപോകുന്നുമുണ്ട്. ഞാൻ 27 വർഷമായി ഇവിടെ സേവനം ചെയ്യുന്നു, ശുശ്രൂഷ ചെയ്യുന്നു. ശുശ്രൂഷ സമൂഹത്തിലെ ആദ്യ അംഗമാണ് ഞാൻ. പിന്നെ ഇവരോട് കൂടി ജീവിക്കുമ്പോൾ പിന്നെ വേറെ ഒന്നും ഇല്ല. വിഭ്രാന്തി പൂക്കുന്ന മനസ്സുമായി ചിരിച്ചും കരഞ്ഞും മൗനം പൂണ്ടും ചിലപ്പോൾ പാട്ടുപാടിയും കഴിയുന്നവർ. വിചിത്രമായ കഥകളിലെ കഥാപാത്രങ്ങൾ. ഒന്നും ഓർമ്മയില്ലാത്തവർ. ഓർമ്മയുള്ളവർക്ക് ഭൂതകാലം പേടിയുടേതാണ്. സ്നേഹത്തിന്റെ താജ്മഹൽ പണിതവർ. ചതിയിൽപ്പെട്ട് തകർന്നുപോയ സ്വപ്നങ്ങളുടെ തീരത്തിരുന്ന് ഇപ്പോഴും പാടുന്നവർ. महकता है आज तो मेरा तन बदन, मैं प्यासी हूँ मुझे भर ले अपनी बाहों में, तेरी सनम मुझको कसम ये दूरी आजा आजा रे आजा रे. മാനസിക വെല്ലുവിളികളിൽ നിന്ന് മോചിതരായി തുടങ്ങുന്ന സ്ത്രീകൾ തയ്യൽ പോലുള്ള ജോലികളിൽ പരിശീലനം നേടുന്നു. ഇവർക്ക് പരിശീലനം നൽകാൻ വൊക്കേഷണൽ ഇൻസ്ട്രക്ടർമാരുണ്ട്. തെരുവിൽ അലയുന്ന അനാഥരെയും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെയും രോഗികളെയും ഏറ്റെടുത്ത് ഇവർക്ക് ഭക്ഷണവും വസ്ത്രവും ചികിത്സയും താമസ സൗകര്യങ്ങളും നൽകി സ്നേഹത്തിന്റെ പവിത്ര പാത സ്വീകരിച്ചവരാണ് ബ്രദർ സ്റ്റീഫനും കുടുംബവും. ഇന്ന് ഞാനും എൻ്റെ വൈഫും എൻ്റെ 3 മക്കളും അടക്കം ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് ദൈവഹിതമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന കാരണം, ഞാൻ പുറത്തു പോയി വിദേശത്ത് പോയി ജോലി ചെയ്ത് ജീവിക്കാനായിട്ട് ആഗ്രഹിച്ച ഒരാളാണ്. ഞാൻ പഠിച്ച് 3 വർഷം ദുബായിൽ ജോലി ചെയ്ത് തിരിച്ചു വന്ന് കല്യാണം കഴിഞ്ഞ് ഭാര്യ BSc നേഴ്സാണ്. ഭാര്യയും കൂട്ടി വിദേശത്ത് ജോലി ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ച IELTS ഭാര്യ പാസ്സായി. പക്ഷേ ഈ പുറത്തു പോകാനുള്ള പ്രോസസ്സിങ് ടൈമിൻ്റെ കാലഘട്ടങ്ങളിൽ 3 പ്രാവശ്യം വൈഫ് പ്രഗ്നൻ്റ് ആവുകയും അത് അബോർഷനായി പോവുകയും 3ാമത്തെ പ്രഗ്നൻ്റ് ആയത് ട്യൂബിലാവുകയും ട്യൂബ് കട്ട് ചെയ്ത് കളഞ്ഞു. ഒരു ട്യൂബുള്ളത് ബ്ലോക്കായിരുന്നു. എനിക്കൊരിക്കലും മക്കളുണ്ടാവില്ലെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി. അപ്പോൾ ആ സമയത്ത് പപ്പ ഒരുപാട് പ്രാർത്ഥിക്കും. ഇവിടെ ഞങ്ങളുടെ സ്നേഹഭവനിൽ വന്ന് ഒരുപാട് ശുശ്രൂഷ ചെയ്തിട്ടൊക്കെ ഒരുപാട് പേർക്ക് മക്കളില്ലാത്തവർക്ക് അതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നടന്നിട്ടുണ്ട്. അതുപോലെ പപ്പ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിനക്ക് 1 അല്ല 3 പിള്ളേരെ ഈശോ തരും. ഞങ്ങൾ ഡൽഹിയിൽ ഇതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് അവിടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. നീ അവിടെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പോയി. ഞാൻ അവിടെ പോയി 1 മാസം ശുശ്രൂഷ ചെയ്തതിന് ശേഷം വൈഫിനെ കൊണ്ടുപോയി.
ഞങ്ങളവിടെ ചെന്ന് ഒരു തീരുമാനമെടുത്തു, ഇനി ഞങ്ങൾ കാനഡയിലോ ഇവിടെയൊന്നും പോകുന്നില്ല, ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യാമെന്ന് തീരുമാനമെടുത്ത് പിറ്റത്തെ മാസം തന്നെ വൈഫ് പ്രഗ്നൻ്റായി. അവിടുന്ന് 2 മക്കളെ ഈശോ തന്നു. അതിനുശേഷം ഞാനിവിടെ 3 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. ഇപ്പം ഹെഡ് ഓഫീസിൽ ഒരു കുഞ്ഞിനെയും കൂടി ദൈവം തന്നെ എന്നെ അനുഗ്രഹിച്ചു. ഇപ്പം ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ്. ആരും ഇല്ലാതെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട മക്കളെ ഞങ്ങൾ നോക്കുന്നത്. അവരുടെ കൂടി ആയിരിക്കുവാനും അവരെ ശുശ്രൂഷിക്കാനൊക്കെ ദൈവം അവസരം നൽകിയതിനോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ആതുര സേവനത്തിന്റെ ശുശ്രൂഷയുടെ 32 വർഷം പിന്നിടുന്ന പ്രസ്ഥാനം. അത്ഭുതകരമായ ചില അടയാളങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെട്ടപ്പോഴാണ് ഇത്തരമൊരു ശുശ്രൂഷയിൽ അധിഷ്ഠിതമായ ജീവകാരുണ്യ പ്രവർത്തനം ബ്രദർ സ്റ്റീഫൻ ഏറ്റെടുത്തത്. സ്നേഹഭവനിൽ 350ഓളം താമസക്കാരുണ്ട്. ഇവർക്കെല്ലാം സ്വാദിഷ്ടമായ ഭക്ഷണം എല്ലാ നേരവും നൽകുന്നു. പരാതികളോ പരിഭവങ്ങളോ ഇല്ല. സ്നേഹഭവനിലെ അടുക്കള എന്നും എപ്പോഴും സജീവമാണ്. 350 പേർക്ക് നിത്യേന വെച്ച് വിളമ്പുമ്പോഴും അടുക്കള വളരെ ശുചിത്വത്തോടെ പരിപാലിക്കുന്നു. സ്നേഹഭവന്റെ എല്ലാ ഇടങ്ങളിലും വൃത്തിയും വെടിപ്പുമുണ്ട്. ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ യഥേഷ്ടം ഇവിടേക്ക് എത്തുന്നു. നമ്മുടെ ഈ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സ്ഥലമല്ല സ്നേഹഭവൻ, പക്ഷേ സ്റ്റീഫൻ ചേട്ടനോടുള്ള ഒരു ആദരവ്, ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ഇവിടെ എന്ത് പരിപാടിയുണ്ട്, എന്ത് പ്രോഗ്രാം നടക്കുകയാണെങ്കിലും സ്റ്റീഫൻ ചേട്ടനെ വിളിക്കാറുണ്ട്. സ്റ്റീഫൻ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് നന്മകളുള്ള ഒരു മനുഷ്യനാണ്. ഒരു കാര്യവും തിരിച്ചിങ്ങോട്ട് കിട്ടും, ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ അത്രയും കൃത്യനിഷ്ഠതയോടെ എല്ലാ കാര്യവും വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് ഒരു മനുഷ്യനെ കൊണ്ടുവരുന്ന, ഞങ്ങൾ ഒരു പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, ഒരു അനാഥനെ ഇവിടെ കൊണ്ടുവന്നാക്കുന്ന ടൈമിൽ സ്റ്റീഫൻ ചേട്ടൻ ഒരിക്കലും ഞങ്ങളോട് നോ പറയില്ല. അറയങ്ങാട് കൂടാതെ കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയിൽ സ്നേഹഭവന് 3 കേന്ദ്രങ്ങൾ വേറെയുണ്ട്. കൂട്ടുപുഴ സ്നേഹഭവനിൽ ഇപ്പോൾ 70 പേരുണ്ട്. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഇവരെല്ലാം. ഇരിട്ടി ഡോൺ ബോസ്കോയിലെ അധ്യാപികയും പാലിയേറ്റീവ് ട്രെയിനറായ രജിഷയും സഹപ്രവർത്തകരുമാണ് താളം തെറ്റിയ മനസ്സുമായി അലഞ്ഞു തിരിയുന്ന പലരെയും ഇവിടെ എത്തിച്ചത്. മട്ടന്നൂർ മിനി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിൻ്റെ സംരംഭമായ അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രവർത്തകരായ ഞങ്ങൾ വളരെ ഊഷ്മളമായ ബന്ധമാണ് സ്നേഹഭവനുമായി നിലനിർത്തി വരുന്നത്. സ്നേഹഭവനെ പോലെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിനോട് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ യോജിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയാറുണ്ട്. അതിലേറെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഞങ്ങളുടെ റീഹാബിലിറ്റേഷൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് തെരുവിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന മാനസിക അസ്വാസ്ഥ്യമുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും, പിന്നെ അതുപോലെ വീടുകളിൽ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളെയും ഞങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത്, ഇപ്പോൾ തെരുവിൽ അലഞ്ഞു തിരിയുന്നവരാണെങ്കിൽ അവരെ ഷെയ്വ് ചെയ്ത് മുടിയൊക്കെ വെട്ടി കുളിപ്പിച്ച് നീറ്റാക്കിയിട്ട് ഞങ്ങൾ ഏൽപ്പിക്കുന്നത് സ്നേഹഭവനിലാണ്, അറയങ്ങാട് അല്ലെങ്കിൽ കൂട്ടുപുഴയിൽ. അപ്പം നമുക്ക് അത്തരത്തിലുള്ള ആളുകളെ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമെന്ന നിലയ്ക്കാണ് ഞങ്ങൾ സ്നേഹഭവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് വിദ്യാർത്ഥികളുടെ ശ്രദ്ധ വേണ്ടതുണ്ട്. അതൊരു സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം, കോളേജുകളിലെയും സ്കൂളുകളിലെയും NSS വോളണ്ടിയർമാരെ അതുപോലെ NCC കാഡറ്റ്സിനെയൊക്കെ ഈ സ്നേഹഭവനിലേക്ക് പരമാവധി കൊണ്ടുവരാനും ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാനും ശ്രദ്ധിക്കാറുണ്ട്. മഴയുടെ രൗദ്രതാളം നിറഞ്ഞു നിൽക്കുന്ന നേരത്താണ് കൂട്ടുപുഴയിലെത്തിയത്. ഓരോ മനുഷ്യനും ഓരോ കഥാപാത്രമാണ്. ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയവർ, ഓർമ്മകൾ തിരിച്ചു കിട്ടിയാൽ ഇവർ ഇവരുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങും. അങ്ങനെ പോയവരുടെ കഥകൾ, ബന്ധുമിത്രാദികൾ സ്വീകരിച്ചവരുടെ വാർത്തകൾ അനേകമുണ്ട് സ്നേഹഭവൻ ഓർമ്മിക്കാൻ. PM മാത്യു എന്ന സുമനസ് സൗജന്യമായി നൽകിയ സ്ഥലത്താണ് കൂട്ടുപുഴയിലെ സ്നേഹഭവനം പ്രവർത്തിക്കുന്നത്. എടൂരിലാണ് പെൺകുട്ടികളുടെ സ്നേഹഭവനം പ്രവർത്തിക്കുന്നത്. പെൺകുട്ടികളെ സ്നേഹപൂർവ്വം പരിചരിക്കുന്നതിന് സിസ്റ്റർ ഗ്രേസിയും സിസ്റ്റർ സോഫിയയും സോഷ്യൽ വർക്കറായ ആര്യ P. നായരും കർമ്മനിരതരായുണ്ട്. സ്നേഹഭവൻ എടൂര് ഇവിടെ ആരംഭിച്ചത് 2000 ഓഗസ്റ്റ് 10-ാം തീയതിയാണ്.
അന്ന് എന്ന് പറഞ്ഞാൽ കൈക്കുഞ്ഞിനെയും കൊണ്ടാണ് ഇവിടെ ആദ്യമായിട്ട് തുടങ്ങുന്നത്. നമ്മൾ തുടങ്ങിയ ഉദ്ദേശം തന്നെ അനാഥരായിട്ടുള്ളവരെ സംരക്ഷിക്കുക, അവർക്കൊരു ജീവിതം കൊടുക്കുക, അവരെ പഠിപ്പിച്ച് അവരെ കഴിയുന്നത്ര നല്ല രീതിയിൽ അവരെ നയിക്കുക എന്നുള്ളതായിരുന്നു. കുട്ടികളെ പഠിപ്പിച്ച് നമ്മൾ വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് അവരെ ചെറിയ രീതിയിലുള്ള തൊഴിലുകളൊക്കെ പഠിപ്പിച്ച് ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ സമ്മതപ്രകാരം കല്യാണം കഴിച്ച് നമ്മൾ വിട്ടിട്ടുണ്ട്. തെരുവിൽ നിന്ന് കിട്ടുന്ന അമ്മമാരെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ചിലർ ഗർഭിണികളായിരിക്കും, ചിലർ കൈക്കുഞ്ഞിനെയായിട്ടായിരിക്കും വരുന്നത്. അങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എടൂര് സ്നേഹഭവന് ഇവിടെ തുടങ്ങിയത്. ഇപ്പോഴൊരു 4-5 വർഷമായിട്ട് ജെ ആക്റ്റിൽ രജിസ്ട്രേഷൻ നടന്നതിന് ശേഷം അവർ തരുന്ന കുട്ടികളെ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവരെ സംരക്ഷിച്ച് 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെ അവർക്കുള്ള വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ജെ ആക്റ്റിലേക്ക് അവരെ തിരിച്ചേൽപ്പിക്കും. പറക്കളശ്ശേരി ജോസഫ് എന്ന ദയാമയനായ മനുഷ്യസ്നേഹി നൽകിയ സ്ഥലത്താണ് ചരളിൽ സ്നേഹഭവനം പ്രവർത്തിക്കുന്നത്. 2007 ഫെബ്രുവരി 24 ചരളിലെ ഈയൊരു സ്നേഹഭവനം ആരംഭിച്ചത്. കൂട്ടുപുഴയിലെയും എടൂരിലെയും ചരളിലെയും സ്നേഹഭവനങ്ങൾ കണ്ട് അവിടുത്തെ ജീവിതങ്ങൾ കണ്ട് വീണ്ടും അറയങ്ങാട്ടെ സ്നേഹഭവനിലെത്തി. അറയങ്ങാട്ടെ സ്നേഹഭവനിലെത്തിയപ്പോൾ പുതിയ താമസക്കാരിൽ ഒരാൾ ബന്ധുമിത്രാദികളോടൊപ്പം ബ്രദറിനെ കാത്തിരിക്കുകയായിരുന്നു. ഇതൊരു ആശ്രയ കേന്ദ്രമാണ്. നിലയില്ലാ കയത്തിൽ വീണുപോയവർക്ക് വന്നണയാൻ പറ്റുന്ന അഭയകേന്ദ്രം. മാനസിക പിരിമുറുക്കത്തിന് ആയാസം വരുത്താൻ കാരംസ് കളിക്കുന്നവർ, ചിലർ ലൂഡോ കളിക്കും. ഭൂരിപക്ഷം പേർക്കും TV പ്രോഗ്രാം കാണുന്നതാണ് ഇഷ്ടം. എൻ്റെ ജീവിത പങ്കാളി ഈ ശുശ്രൂഷ മേഖലയിലേക്ക് വന്നിട്ട് 30 വർഷം കഴിഞ്ഞു. അപ്പം എൻ്റെ ജീവിത പങ്കാളിയുടെ ഒപ്പം ഞാനും ഉണ്ട്. എല്ലാ ശുശ്രൂഷയ്ക്കും ഞങ്ങൾ കുടുംബം മൊത്തം, എൻ്റെ മകനും മരുമകളും രാവിലെ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ എനിക്ക് നേരമുള്ള പോലെ തന്നെ എന്താവശ്യത്തിനും എല്ലാ സമയത്തും ഇവിടെയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പ്രാർത്ഥനകളിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സ്നേഹഭവന്റെ സാന്ത്വനത്തിൽ എത്രയെത്ര അമ്മമാർക്കാണ് പുനർജന്മം ലഭിച്ചത്. ഈ വിധത്തിൽ ഇത്രമേൽ സ്നേഹമസൃണമായി ഉറ്റവർ പോലും പലപ്പോഴും സംരക്ഷിച്ചു എന്ന് വരില്ല. സ്നേഹഭവന്റെ കാരുണ്യം ഇവരിൽ നനുത്ത മഴയായി പെയ്തിറങ്ങുന്നു. ഇവിടെ സ്വീകരിക്കപ്പെടുന്ന താമസക്കാർ മാനസികമോ ശാരീരികവുമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരാണ്. അവർക്കാവശ്യമായ ചികിത്സ നൽകാൻ മരുന്നുകൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. രോഗം മൂർച്ഛിക്കുകയോ മറ്റോ ചെയ്താൽ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ ഒരു ആംബുലൻസും സ്നേഹഭവനിലുണ്ട്. സ്നേഹഭവന്റെ ഓഫീസ് മുറിയിലേക്ക് കയറുമ്പോൾ കാണുന്നത് നിറയെ പുരസ്കാരങ്ങളാണ്. മികച്ച പ്രവർത്തനത്തിന് നാട് നൽകിയ സ്നേഹ പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങൾ. സ്നേഹനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ കൊണ്ടുതരുന്ന അരി, സാധനങ്ങൾ, സാമ്പത്തികമാണ് ഇതിൻ്റെ മുതൽക്കൂട്ടായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും സഹായിക്കുകയും സംഘടനകളായിട്ട്, അതുപോലെ തന്നെ പള്ളികളിൽ നിന്നും മറ്റുമൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ആളുകൾ വരികയും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കൂത്തുപറമ്പ് ക്രിസ്തുരാജ ഹോസ്പിറ്റലിലെ സിമാൻസ് ആസ്പത്രിയിലെ സൈക്കാട്രി ആസ്പത്രിയിലെ ഡോക്ടർ വിനീത ആണ് ഇവിടുത്തെ സൈക്കാട്രി രോഗികളുടെ ചാർജുള്ളത്. ഇവിടെ വരുന്ന ഒരു മനുഷ്യനും ഏത് മതത്തിലോ ജാതിയിലോ പെട്ടവരായാലും നമ്മൾ സ്വന്തം സഹോദരനായി, സഹോദരിയായി, അപ്പനായി, അമ്മയായി കണ്ട് അവരെ ശുശ്രൂഷിക്കുക. അതാണ് ദൈവഹിതം, അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് മനസ്സിലാക്കി അതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. സ്നേഹഭവനങ്ങളിലെ സ്നേഹ ശുശ്രൂഷയ്ക്കായി സ്റ്റീഫൻ ബ്രദറിന്റെ കുടുംബം ഒപ്പമുണ്ട്. ഭാര്യയും മകനും മരുമകളും. മകൾ ലിറ്റിയും കുടുംബവും വിദേശത്താണ്. അവരുടെ മനസ്സും സദാ സ്നേഹഭവന്റെ പ്രവർത്തനങ്ങളിലുണ്ട്. മകൻ ലിജോയും ലിജോയുടെ ജീവിത പങ്കാളി മെൽബിയും എന്നും സ്നേഹഭവനിൽ ശുശ്രൂഷകളുമായുണ്ട്. ഒരു മനുഷ്യസ്നേഹിയുടെ മനസ്സിൽ ഉയർക്കൊണ്ട സ്നേഹ സന്ദേശം കെട്ടിപ്പടുത്ത അഭയകേന്ദ്രം. അറയങ്ങാട് ആരംഭിച്ച സ്നേഹഭവനം അനേകായിരങ്ങൾക്ക്
സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും തണൽ മരമായി വളർന്ന് പന്തലിച്ച് കിടക്കുന്നു. കാരുണ്യത്തിൻ്റെ വഴിയിലൂടെ തീർത്ഥാടനം ചെയ്യുന്ന മനസ്സുകൾ ഇവിടെ സദാ ശുശ്രൂഷകരായി സസ്നേഹം കർമ്മനിരതരാകുന്നു.